السلام عليكم. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. രണ്ട് ഹർഫുകൾ പരസ്പരം ഇദ്ഗാം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാം പഠിച്ചു വരികയാണ്. അതിൽ അൽ മുത്തജാനിസൈനി, ഒരേ മഖ്റജിൽ നിന്നും വരുന്ന വ്യത്യസ്തങ്ങളായ രണ്ടക്ഷരങ്ങളുടെ അവസ്ഥകളെക്കുറിച്ച് പൂർണ്ണമായും നാം അറിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഹുക്മുകളൊക്കെ മനസ്സിലാക്കി. 6 മസ്അലകളിൽ നിർബന്ധമായും ഇദ്ഗാം ചെയ്യേണ്ടതും ഒരു മസ്അലയിൽ ഭാഗികമായ ഇദ്ഗാം മാത്രമേ നൽകാവൂ. അഹത്തു പോലെ, ഫറത്തും, ബസത്ത പോലെയുള്ള തായിലേക്ക് ഇദ്ഗാം ചെയ്യുക. 8ാമതായി സാക്കിന മീം ബായിന് മുമ്പിൽ വരുമ്പോൾ ഇഖ്ഫ ഷഫവി ചെയ്യണം. അതും മുത്തജാനിസൈനിയാണ്. ഇതും നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് അൽ മുതബാഇദാനി, പരസ്പരം അകന്ന രണ്ടെണ്ണം എന്ന് വച്ചാൽ അൽ ഹർഫാനില്ലദാനി തബാഅദ മഖ്റജൻ വഖ്തലഫ സിഫതൻ ഔ തബാഅദ മഖ്റജൻ വത്തഫഖ സിഫതൻ. മഖ്റജിൽ പരസ്പരം അകന്ന, സിഫത്തിൽ വേർപിരിഞ്ഞ വ്യത്യസ്തങ്ങളായ രണ്ടക്ഷരങ്ങൾ. ചിലപ്പോൾ സിഫത്തിൽ യോജിച്ചെന്നും വരാം. മഖ്റജിൽ അകന്ന രണ്ടക്ഷരങ്ങൾ, ഇതാണ് മുതബാഇദാനി. ഇതിൻ്റെ ഹുക്മ് ഇൽഹാർ എന്നതാണ്. ഇതും സഗീർ, കബീർ, മുത്ലഖ് എന്നിങ്ങനെ വേർപിരിയുന്നു. തുഖ്രിജൂന എന്ന് പറയും പോലെ താ, ഖാ, ഫക്തുബൂഹു, കാഫ്, താ, ഇതൊക്കെ അകന്ന അക്ഷരങ്ങളാണ്, മുതബാഇദാനിയാണ്. സഗീറിൻ്റെ മറ്റൊരു ഉദാഹരണം വൽ മുൻഖനിഖത്തു, നൂന് ഖാ, നൂന് ലിസാനിൻ്റെ അറ്റം, നാവിൻ്റെ അറ്റമാണെങ്കിൽ ഖാ തൊണ്ടയുടെ ഇങ്ങേ അറ്റമാണ്, തൊണ്ടയിൽ നിന്നും വരുന്ന അക്ഷരമാണ്. ഇങ്ങനെ വളരെ അകന്നിരിക്കുന്ന ഹർഫുകളാണ്. ഇപ്പോൾ മുൻഖനിഖത്തു അവിടെ ഇൽഹാർ ചെയ്യണം, നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ മുതബാഇദൈനിക്ക് മൊത്തത്തിൽ ഇൽഹാറാണ് എന്നതിൽ നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഹുക്മ് ഇൽഹാർ ചെയ്യണം, വെളിവാക്കണം. എവിടെയും ഇദ്ഗാം ചെയ്യേണ്ടതായിട്ടില്ല, ലയിപ്പിക്കേണ്ടതായിട്ടില്ല. എന്നാൽ 2 സ്ഥലങ്ങളിൽ മാത്രം, 2 സന്ദർഭത്തിൽ മാത്രം ഇഖ്ഫാ ചെയ്യണം, അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം എന്നതിൽ ഇത്തിഫാഖുണ്ട്. അത് ഒന്ന്, അന്നൂനു സാക്കിന അല്ലത്തി ബഅദഹ ഖാഫ്. നൂന് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ അറ്റത്തിൽ നിന്നും ഉച്ചരിക്കപ്പെടുന്ന ഹർഫാണ്. ശേഷം ഖാഫ് വന്നാൽ, ഖാഫ് എന്താണ്? അഖ്സൽ ലിസാൻ, നാവിൻ്റെ അങ്ങേയറ്റമാണ്. നൂന് നാവിൻ്റെ ഇങ്ങേയറ്റം, തറഫുൽ ലിസാൻ. അപ്പോൾ ഇത് രണ്ടും വളരെ അകന്നതാണ്. പക്ഷേ അവിടെ ഹുക്മ എന്താണ്? ഇഖ്ഫാ ചെയ്യണം, മണിച്ചു കൊണ്ടുപോകണം. ഫൻഖലബു, ഇൻഖലബു എന്നൊക്കെ പറയുന്നത് പോലെ മിൻ ഖബൽ, ഇവിടെ ഇഖ്ഫാ ചെയ്യണം. രണ്ടാമത്തേത് അന്നൂനു സാക്കിന അല്ലത്തി ബഅദഹ കാഫ്. ഖാഫ് പോലെ തന്നെ കാഫും അഖ്സൽ ലിസാൻ തന്നെയാണ്, നാവിൻ്റെ അങ്ങേയറ്റം. പക്ഷേ ഖാഫിൻ്റെ മഖ്റജിൽ നിന്ന് അല്പം മുന്നിലാണ്. എന്നാൽ നൂന് തറഫുൽ ലിസാനാണ്. അപ്പം ഇങ്ങനെ വളരെ അകന്നിരിക്കുന്ന രണ്ടക്ഷരങ്ങൾ, അവിടെയും ഇഖ്ഫാ ചെയ്യണമെന്നാണ് ഹുക്മ്. അൻകല, ഇൻ കുൻതും എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പം ഇവിടെ മുതബാഇദാനിയായ രണ്ടക്ഷരങ്ങളാണ് നൂനും ഖാഫും, നൂനും കാഫും. ഈ 2 മസ്അലകളിൽ ഇഖ്ഫാ ചെയ്യുകയാണ് വേണ്ടത് എന്നതും കൂടി സാന്ദർഭികമായി നാം മനസ്സിലാക്കേണ്ടതാണ്. ബാറക്